ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രേഷ്മ. മിറക്കിൾ മിറർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കളർ വീഡിയോ ആണ്. സംഭവം വളരെ സിമ്പിളാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസുകളും നാച്ചുറൽ സംഭവമാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ ചെയ്യാവുന്നതാണ്. ഇത് കുറേ നാൾ നമ്മുടെ മുടിയിൽ ലാസ്റ്റും ചെയ്യും. പിന്നെ ഈ കളർ കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല ഇൻറ്റൻസിറ്റി ഇതിലും വരാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ 3 ആഴ്ച ഇടവിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് കളറ് പെർമനൻ്റ് ആവും. മുടിയിൽ നിന്ന് മാറത്തേ ഇല്ല. കുറേ നാൾ ഇതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. മുടി നന്നായിട്ട് കണ്ടീഷൻ ചെയ്യും. ഡാൻഡ്രഫിൻ്റെ പ്രശ്നം മാറാൻ നല്ലതാണ്. ഓവറോൾ നല്ലൊരു ഹോം റെമഡിയാണ്. മുടിക്ക് നല്ല രീതിയിൽ വളരാനും സഹായിക്കുന്ന എന്നാൽ കളറും തരുന്ന നല്ലൊരു അടിപൊളി കളറിങ് ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് ചേരുവകളെന്നും നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ നമ്മുടെ കീ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്. ഈ മുടിയുടെ ഒരു കളറ് വരാൻ സഹായിക്കുന്ന ഈ ഒരു ലിക്വിഡാണ്. ഇതെങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബീറ്റ്റൂട്ടില്ലേ അതെടുക്കുക. അതിനെ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത് അരച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ പിഴിഞ്ഞെടുത്തത് കുറച്ച് പഴകിയ ബീറ്റ്റൂട്ടാണ്. ഒന്ന് ഉണങ്ങിപ്പോയിട്ടുണ്ട് ആൾ. അപ്പോൾ അതുകൊണ്ട് അധികം കളറ് വന്നിട്ടില്ല. കുറച്ച് നാളായ ബീറ്റ്റൂട്ടായിരുന്നു ഇവിടെ ഇരുന്നത്. പക്ഷേ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീറ്റ്റൂട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇതിൽ നല്ല ബെറ്റർ കളർ വരും. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കളറായിരിക്കും വരിക. അപ്പോൾ അതൊക്കെ കാര്യം ശ്രദ്ധിക്കുക. കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ള ബീറ്റ്റൂട്ട് എടുക്കുക. നാച്ചുറലി ഒരു ബർഗണ്ടി ഷെയ്ഡ് കൊടുക്കും. അപ്പോൾ ഇത് വേണം നമുക്ക്. ഇത് നന്നായിട്ട് അരിച്ചെടുത്തതാണ്. അതിലേക്ക് നമുക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മുടിക്കൊരു കെരാറ്റിൻ ഒരു സ്ട്രെങ്ത്ത് കൊടുക്കാനായാലും മുടിക്ക് നല്ലൊരു സ്മൂത്തനിങ് എഫക്റ്റ് വരാനും നല്ല സോഫ്റ്റായിട്ട് നല്ല സിൽക്കി ആയിട്ട് കിടക്കാൻ ഇത് സഹായിക്കും. നമുക്ക് കോഴിമുട്ട ആയാലും ഉപയോഗിക്കാം. പക്ഷേ താറാമുട്ടയ്ക്ക് കുറച്ചും കൂടെ ഗുണമുണ്ട്. നന്നായിട്ട് മിക്സായി എന്ന് കാണുമ്പോൾ നമുക്കിനി കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ 2 പൊടിയും കൂടെ ചേർക്കാനുണ്ട്. ആദ്യം ചേർക്കേണ്ടത് മുരിങ്ങയില പൊടിയാണ്. മുരിങ്ങ പൗഡർ. ഇത് പൊടിയായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മുരിങ്ങയില ഉണ്ടാവില്ലേ, അത് പിച്ചി നന്നായിട്ട് കഴുകി അരച്ച് ചേർത്താലും മതി. ഞാനിവിടെ ഒരു വലിയ സ്പൂൺ മുരിങ്ങയില പൊടി ചേർക്കുന്നുണ്ട്. അതിന് പകരം ഫ്രഷ് ഇല നന്നായിട്ട് ഇടിച്ചിട്ട് അതിൻ്റെ ഒരു പേസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർക്കണം. ഒട്ടും ഒരു ഷൈൻ ഇല്ലാതെ വല്ലാണ്ട് ഡള്ളായിട്ട് കിടക്കുന്ന മുടിക്ക് പോലും നല്ലൊരു വോളിയം വരാനും മുടിക്ക് നീളം വെക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. മുടി വളരാൻ ഉഗ്രനാണ് മുരിങ്ങയിലപ്പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്ന ഹെന്ന പൗഡർ. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് നുപ്പൂറിൻ്റെ ഹെന്ന പൗഡറാണ്. ഇതിനാകുമ്പം കുറേ കാര്യങ്ങൾ ഇതിൽ വേറെ ഉണ്ട്. ചെമ്പരത്തി, കറ്റാർവാഴ, ഇതൊക്കെ കണ്ടില്ലേ, ഇത്രയും സാധനങ്ങളുണ്ട്. നെല്ലിക്ക, അങ്ങനെ കുറേ കാര്യങ്ങൾ ചേർന്നിട്ടുള്ളൊരു മിക്സാണ്. മൈലാഞ്ചി പൊടി മാത്രമല്ല. അപ്പോൾ ഇതെല്ലാത്തിൻ്റെ ഒരു ഗുണം നമ്മുടെ മുടിക്ക് വരും. അതുകൊണ്ടാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മൈലാഞ്ചി ഇല അരച്ചത് വേണമെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉലുവ പൊടിച്ചതും നെല്ലിക്കാപ്പൊടിയൊക്കെ സെപ്പറേറ്റ് ചേർക്കേണ്ടി വരും. ഞാനിവിടെ 4 വലിയ ടേബിൾ സ്പൂൺ ഹെന്നപ്പൊടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ട വരാണ്ട് മിക്സ് ചെയ്യണം. എത്ര മിക്സ് ചെയ്താലും ചെറിയ അവിടെ ഇവിടെയൊക്കെ കട്ട പോലെ തോന്നും. അത് കാര്യമാക്കണ്ട. കുറച്ചും കൂടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം പോലെ ഇരുന്നോട്ടെ. അങ്ങനെ തന്നെ മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് ഒരു രാത്രി മൊത്തം വെച്ചിരിക്കണം. അങ്ങനെ വെക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ഹെന്നപ്പൊടി ആയാലും മുരിങ്ങയിലപ്പൊടിയൊക്കെ കൂടെ ആ വെള്ളം അങ്ങ് വലിച്ചെടുക്കും. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് വലിച്ചെടുത്ത് അതങ്ങ് കട്ടിയാവും. പിന്നീട് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് വരും. അവിടെ ഇവിടെ കട്ടി പിടിച്ചൊന്നും ഇങ്ങനെ കട്ട പോലെ കിടക്കില്ല. കുറച്ച് ലൂസായിട്ട് തന്നെ മിക്സ് ചെയ്ത് സെറ്റാക്കി അടച്ചു വെക്കുക. നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും അത് തിക്കായിക്കോളും. പിന്നെ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ബീട്രൂട്ട് ജ്യൂസ് കളയണ്ട. അത് നമുക്ക് ആവശ്യം വരും. എന്താണെന്ന് വെച്ചാൽ ഇത് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് മുടി വാഷ് ചെയ്യുമ്പം ലാസ്റ്റ് മുടി നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ബീട്രൂട്ട് ജ്യൂസ് വെച്ച് ഒന്നുകൂടെ കഴുകുകയാണെങ്കിൽ മുടിയുടെ ആ കളറ് കുറച്ചും കൂടെ ഒന്ന് എടുത്തറിയും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത ദിവസമായിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ? ഇനി ഇത് നമുക്ക് മുടിയിൽ മൊത്തം അപ്ലൈ ചെയ്യണം. ഇത് അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഈ ആരോ ബട്ടണില്ലേ, അവിടെ ഐ ബട്ടണിലും കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. വേണമെങ്കിൽ കണ്ടു നോക്കുക എങ്ങനെയാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത്. അതിൽ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഫുൾ മുടി നന്നായിട്ട് കവർ ചെയ്ത് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇതൊരു മിനിമം 3-4 മണിക്കൂർ തലയിൽ വെക്കണം. ഞാൻ ഏകദേശം 5-6 മണിക്കൂർ വെച്ചിരുന്നു. വാഷ് ചെയ്യുമ്പം ഷാമ്പു യൂസ് ചെയ്യേണ്ട, അല്ലാതെ വാഷ് ചെയ്താൽ മതി. വെറും വെള്ളത്തിൽ കഴുകി കളയുക.
വെറും വെള്ളത്തിൽ തല കഴുകി കഴിഞ്ഞിട്ട് മുടി ഉണങ്ങി കഴിയുമ്പോൾ ഇതുപോലൊന്ന് കുറച്ച് പാറിപ്പറന്നായിരിക്കും ഇരിക്കുക. ഇങ്ങനെ വരെ ചെയ്ത് കഴിയുമ്പം മുടിയിൽ ആ കളർ വന്നിട്ടുണ്ട്. പക്ഷേ ആ മുടിയിലെ കളർ നല്ല എടുത്തറിയണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യണം. അതാണ് ഹെയർ ഓയിലിങ്. ഞാൻ പാരഷൂട്ട് വെച്ചിട്ടാണ് ഒന്ന് മുടിയൊന്ന് ഓയിൽ ചെയ്യണം. നല്ല രീതിയിൽ ഓയിൽ ചെയ്യുക. അപ്പോൾ ഇതാ ഓയിൽ ചെയ്തു. ഇനി ഒരു രാത്രി മൊത്തം ഞാൻ ഇങ്ങനെ തന്നെ വെച്ചേക്കാണ്. നെക്സ്റ്റ് ഡേ ഞാൻ തല കഴുകുന്നുള്ളൂ. മിനിമം ഒരു മണിക്കൂറെങ്കിലും തലയിൽ ഇത് വെച്ചേക്കണം. എന്നിട്ട് ഷാമ്പു വെച്ച് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഷാമ്പു ചെയ്ത് കഴിഞ്ഞു. ഇതാണ് എൻ്റെ മുടിയിലെ റിസൾട്ട്. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു കളർ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ വെയിലത്ത് ഇറങ്ങി നടക്കുമ്പോഴാണ് കുറച്ചുകൂടെ ആ കളറിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കാണാൻ പറ്റുക. ഞാൻ ഒന്നുകൂടെ പറയാണ്, ഇത് കുറച്ചും കൂടെ നല്ല ഡാർക്കായിട്ടുള്ള ബർഗണ്ടി കളർ വരണം എന്നുണ്ടെങ്കിൽ 3 ആഴ്ച ഇരിക്കൽ ഒരു പ്രാവശ്യം ചെയ്യണം. അങ്ങനെ ഒരു 2-3 മാസം ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കളർ പെർമനൻ്റ് ആവും. നമ്മുടെ മുടിയിൽ നല്ല രീതിയിൽ ആ ഒരു കളർ വരും. പിന്നെ മുടി വളരുന്നതനുസരിച്ചിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ആ കളറില്ലല്ലോ മുടിക്ക്. അപ്പോൾ അത് വളർന്ന് കയറുന്നതനുസരിച്ചിട്ട് ആ മുടിയുടെ കളർ വ്യത്യാസം വരുള്ളൂ. നമുക്ക് ഓൾറെഡി ഉള്ള മുടിയുടെ കളർ ഇത് തന്നെ ആയിരിക്കും. സോ ഇത് പെർമനൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ മുടിക്കൊരു നാച്ചുറലി ഒരു കളർ തരാൻ പറ്റിയൊരു ഒരു തരത്തിലുള്ള കെമിക്കൽസും അമോണിയം ഒന്നും ഇല്ലാത്ത ഒരു കളറിങ് ടെക്നിക്കാണ്. മുടി നന്നായിട്ട് കണ്ടീഷനിങ്ങും ചെയ്യുന്ന അടിപൊളി മെത്തേഡാണിത്. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.